ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഹിഡൻ ജെമ്മായ നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപേ ട്രിപ്പ് നോട്ട്സ് വ്ലോഗിന്റെ ഒരു പുതുതന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലെ ഇടതൂർന്ന ഉഷ്ണമേഖലാ വനങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ഈ ഡ്രൈവ് ഒരു അനുഭവം തന്നെയാണ്. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ എച്ചിപ്പാറയിലാണ് ചിമ്മിനി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ നദിയുടെ പോഷക നദിയായ കുറുമാലി നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണ് ഈ ചിമ്മിനി ഡാം. അണക്കെട്ടിന് സമീപമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 495 മീറ്റർ ഉയരമുള്ള കല്ലുകളും 686 മീറ്റർ ഉയരമുള്ള മണ്ണുകൊണ്ടുമുള്ള അണക്കെട്ടിന്റെ നിർമ്മാണം 1975 ആരംഭിച്ച് 1996 പൂർത്തിയായി. ഈ പദ്ധതിയുടെ ആകെ ചിലവ് 59.71 കോടി രൂപയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കൊരു അടിപൊളി പ്ലേസ് കണ്ടിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചെറിയ ഒരു അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അരുവിയിൽ വരുന്ന ഈ വെള്ളം നമ്മുടെ ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ കുറച്ച് പൂമ്പാറ്റകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ചോദിച്ചപ്പോഴത്തേനും ഇവിടെ ഉള്ള ഒരു ചേച്ചി പറഞ്ഞത് ഇവിടെയൊക്കെ പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ ചിമ്മിനി ഡാമിൽ കൊട്ടവഞ്ചി സവാരി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കനാൽ സംവിധാനത്തിന്റെ അഭാവമാണ് ഈ അണക്കെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റിസർവോയറിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം കോൾ വയലുകളിലേക്കും നെൽവയലുകളിലേക്കും നദിയിലൂടെയും നിലവിലുള്ള കനാൽ സംവിധാനത്തിലൂടെയും ഒരു റെഗുലേറ്റർ വഴി ലഭ്യമാക്കുന്നുണ്ട്. ഇതിനായിട്ട് കൃത്രിമ കനാൽ സംവിധാനം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ചിമ്മിനി റിസർവോയറിലേക്ക് നിരവധി വ്യത്യസ്ത അരുവികളാണ് എത്തുന്നത്. ചിമ്മിനി അണക്കെട്ടും റിസർവോയറും മംഗലം അണക്കെട്ടുമായും പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. 1984 റിസർവ് വനമായി പ്രഖ്യാപിച്ച 85 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 10 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചിമ്മിനി വൃഷ്ടിപ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. 1984 സ്ഥാപിതമായ ചിമ്മിനി വന്യജീവി സങ്കേതം പീച്ചി വാഴാനി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 85.067 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായി ബാംബു റാഫ്റ്റിംഗ്, ബോർഡിംഗ് ട്രെയിൽ, ബട്ടർഫ്ലൈ സഫാരി, ജംഗിൾ ക്രാഫ്റ്റ്, അനിമൽ ട്രാക്കിംഗ് തുടങ്ങിയവയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ശുദ്ധവായുവും ശ്വസിച്ച് നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഈ പച്ചപ്പുള്ള ഭൂപ്രകൃതിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു മനഃശാന്തി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ഫീലാണ്. ചിമ്മിനി അണക്കെട്ട് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയും സാങ്കേതികവിദ്യയും അതിശയകരമായ രീതിയിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിമ്മിനി ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഡാമിന്റെ ഗേറ്റ് വാൽവിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഗേറ്റ് വാൽവ് തുറന്നിട്ട് വെള്ളം, അതിശക്തമായിട്ടുള്ള വെള്ളം, ഇടിമുഴക്കത്തോടു കൂടി വെള്ളം പുറത്തേക്ക് വരുന്ന ആ ഒരു മനോഹര ദൃശ്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. എഞ്ചിനീയറിംഗ് ഉപയോഗപ്പെടുത്തിയ പ്രകൃതി ശക്തിയുടെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ 30 മീറ്റർ നീളമുള്ള ഒരു പെൻസ്റ്റോക്ക് സംവിധാനത്തിലൂടെ 2.5 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ടർബൈൻ പവർ സ്റ്റേഷനിലേക്ക് വെള്ളം ഒഴുകുന്നു. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം ജലസേചന ആവശ്യങ്ങൾക്കായി വെള്ളം ലഭ്യമാക്കുകയും കനാൽ സംവിധാനത്തിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു. ഇത് പ്രതിവർഷം 6.7 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ശ്രീകുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.